മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശശിധരനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ കേസുകളുടെ FIR നമ്പർ നൽകാത്തത് എന്തുകൊണ്ടാണ്? കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് ഏതൊക്കെ കേസിൽ ആണ്? അതിലേതൊക്കെയാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്? ഏത് കേസിൽ എവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രം ഫയൽ ചെയ്തു? തുടങ്ങിയ ചോദ്യങ്ങൾ ആണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഒരു കേസിലും കുറ്റപത്രം നൽകിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ മറുപടി നൽകുന്നു. എല്ലാ വിശദാംശങ്ങളും കൃത്യമായി എഴുതി നൽകാൻ SITക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് ഇപ്പോൾ ചേരുന്നത്. അഡ്വക്കേറ്റ് CN പ്രകാശ്, തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വാർത്ത NSSുമായി ബന്ധപ്പെട്ടതാണ്. ഈ മതസാമുദായിക സംഘടനകളുടെ തലപ്പത്തുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങളടക്കം അല്പം കണ്ടില്ല എന്ന് നടിക്കുന്നത് പതിവാണ്. ഇവിടെ ഇതാ മൈക്രോ ഫിനാൻസ് കേസ് അങ്ങേയറ്റം ഗൗരവതരമായ ഒന്നാണ്. പക്ഷേ അവിടെ കോടതിക്കും ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനോട്. അതെന്തുകൊണ്ടായിരിക്കാം? ഏത് പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഗൗരവമേറിയ ചോദ്യങ്ങൾ ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസാണ് ഇന്ന് ഹൈക്കോടതി വെള്ളാപ്പള്ളി നടേശനടക്കം ആരോപണ വിധേയരായിട്ടുള്ള ആ കേസാണ് ഇന്ന് ഹൈക്കോടതി ഇരിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണ ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള S ശശിധരൻ ഇന്ന് കോടതിയിൽ ഹാജരായത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ചുമതലയുള്ള S ശശിധരനോടാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പ്രോസിക്യൂഷൻ അനുമതി ഏതെല്ലാം കേസിൽ നേടിയിട്ടുണ്ട്, ഒപ്പം തന്നെ കുറ്റപത്രം നൽകിയ കേസുകളുടെ ഏതൊക്കെ FIR നമ്പറാണ് നൽകാത്തത്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഏതൊക്കെ കേസിൽ കുറ്റപത്രം നൽകി, ഒരു കേസിലും കുറ്റപത്രം നൽകിയില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏത് കേസിൽ എവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം ഫയൽ ചെയ്തു എന്ന ചോദ്യമുണ്ടായി. ഒരെണ്ണത്തിൽ പോലും കുറ്റപത്രം നൽകിയില്ലല്ലോ. പ്രോസിക്യൂഷൻ അനുമതി എത്ര കേസുകൾ തേടിയിട്ടുണ്ട്, എല്ലാ വിശദാംശങ്ങളും കൃത്യമായി എഴുതി നൽകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായിട്ടുള്ള SPക്ക് S ശശിധരൻ IPSന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കേസ് ഇന്ന് തന്നെ വീണ്ടും പരിഗണിക്കും കോടതി. വാർത്തയുടെ വിശദാംശങ്ങളാണ് അഡ്വക്കേറ്റ് CN പ്രകാശ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.